من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فما لهم عن التذكرة معرضين كأنهم حمر مستنفرة فرت من قسورة بل يريد كل امرئ منهم أن يؤتى صحفا منشرة كلا بل لا يخافون الآخرة كلا إنه تذكرة. ബഹുമാനികളായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലെമ്പാടും പാലിക്കുവാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. കരുണക്കടലായ പടച്ച റബ്ബ് ഇരു ലോക വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മോട് ബന്ധപ്പെട്ടവരെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ റമളാനിന് തൊട്ട് മുന്നേയുള്ള ശഅബാൻ മാസത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ച് കഴിഞ്ഞു. ജീവിതമെന്ന് പറയുന്നത് ഒട്ടേറെ ഓർമ്മകളുടെ ഒരു സമാഹാരമാണെങ്കിൽ അതിലെ വേർപാട് എന്ന് പറയുന്നത് പിൽക്കാലക്കാർക്ക് അടയാളവും ഓർമ്മയും കൊടുത്ത് കടന്നു പോവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ നമ്മളിവിടെ ഉണ്ട്, നടക്കാനും ഇരിക്കാനും വീട്ടിലും ഉമ്മറത്തും ഖുർആൻ പറഞ്ഞ പോലെ ഇന്നഹു കാന ഫീ അഹ്ലിഹി മസ്റൂറ, കുടുംബത്തോടൊപ്പം സന്തോഷത്തോടു കൂടി അയാൾ സാന്നിധ്യമറിയിക്കുന്ന കാലം. പക്ഷെ വെള്ള പുതച്ച് നമ്മളൊക്കെ കടന്നു പോകും, ഒരു സംശയവും ആ കാര്യത്തിലില്ല. സ്വദേശത്തും വിദേശത്തുമായിട്ട് കഴിഞ്ഞ വാരത്തിൽ ഒരുപാട് ചെറുപ്പക്കാരുടെ മരണം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. 30 വയസ്സ്, 28 വയസ്സ്, 35 വയസ്സ്. ഹൃദയാഘാതം എന്ന് നമ്മൾ കേൾക്കുന്നു. അങ്ങനെയുള്ള പെട്ടെന്നുള്ള മരണങ്ങൾ ഒരുപാട് ബോധ്യങ്ങൾ നമുക്കുണ്ടാക്കി തരുന്നുണ്ട്. നമ്മൾ അങ്ങനെ കടന്നു പോകുമ്പോൾ ആളുകൾക്ക് കൊടുത്ത ഒരു അടയാളം, കുടുംബത്തിന് കൊടുത്തൊരു ചിഹ്നം, നാടിന് കൊടുത്ത ഒരു സ്നേഹം, അത് പിൽക്കാലക്കാർ ഓർക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ടാണ് നല്ല മരണം എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പ്രേരിപ്പിച്ചതുപോലും അതാണ്. ആഖിബത്ത് നന്നാവുക എന്ന് പറയുന്നതും അങ്ങനെയാണ്. നല്ല കാലം അത് മരണം വരെ തുടരുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അതുകൊണ്ട് പരിശുദ്ധമായ റമളാനിന് മുന്നോടിയായി
ദിനപത്രങ്ങൾ നമ്മളിങ്ങനെ അത് വായിക്കുന്നുണ്ട്, ന്യൂസുകൾ, പുതിയ പുതിയ വാർത്തകൾ. ഇപ്പോഴും ന്യൂസ് ചാനൽ എഴുതി കാണിച്ചു കൊണ്ടിരിക്കുന്നത് കൊച്ചിയിൽ വൻ ലഹരി വേട്ട എന്നാണ്. കോടികളുടെ ലഹരി വേട്ട നടക്കുന്നു എന്ന് നമ്മൾ കാണുന്നു. നാട് വളരെ മലീമസമായ ഒരു സാഹചര്യത്തിലേക്ക് കടന്നു പോകുന്നു. എന്തിനാണ് നീ നിന്റെ ഉമ്മയെ കൊന്നത് എന്ന് ചോദിച്ച ആ ചെറുപ്പക്കാരനോട് അയാൾ പറഞ്ഞ മറുപടി, എനിക്ക് ജന്മം നൽകിയതിൻ്റെ ശിക്ഷ ഞാൻ നടപ്പാക്കിയെന്ന് ഒരു ഉളുപ്പുമില്ലാതെ പറയുന്ന ലഹരിയുടെ വേതാളങ്ങൾ, അതിൻ്റെ ആൾരൂപങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന ഒരു പുതിയ കാലം. അതിരുവിട്ട പ്രണയങ്ങൾ നമ്മൾ വായിക്കുന്നു. അമ്മ മാറി താമസിച്ചു എന്നാണ്. നിരന്തരം കാമുകൻ വീട്ടിൽ വരുന്ന ഭീതി ഓർത്തിട്ട് മയക്കുമരുന്നിന് അടിമയായ മകളുടെ കാമുകൻ നിരന്തരം വീട്ടിൽ വരുന്നു. അപ്പൊ പേടിച്ച് അമ്മ മാറിപ്പാർത്തു എന്നാണ്. നാട്ടിൽ ഇതൊക്കെ നടക്കുക. എവിടെയൊക്കെ പോകുന്നോ നമ്മൾ എന്നുള്ളത് വളരെ ഭീതിജനകമായ ഒരു സ്ഥിതിവിശേഷമാണ്. അധർമ്മങ്ങൾ നീ നിന്റെ കൈകൊണ്ട് തടയുക നിനക്ക് കഴിയുമെങ്കിൽ, അല്ലെങ്കിൽ നാവ് കൊണ്ട്, അല്ലെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. പക്ഷെ പഴയ പോലെ അധർമ്മം തടയാൻ പറ്റില്ലല്ലോ. അധർമ്മം തടഞ്ഞവനെ ആളുകൾ പറയും അയാൾ സദാചാര പോലീസ്, അയാളുടെ പിന്നിൽ തീവ്രവാദ ബന്ധം, അങ്ങനെ അയാൾക്കെതിരെ നടപടികൾ. ഒരരുതായ്മ കാണുമ്പോൾ ചോദിക്കാൻ പാടില്ലാത്ത വിധം നമ്മുടെ നാടിന്റെ സാംസ്കാരിക പാശ്ചാത്തലം മാറിയത് നമ്മൾ അറിഞ്ഞോല്ലേന്ന് അറിഞ്ഞൂടാ. നാട്ടിൽ വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. പാതിരൊക്കെ ആയാലും നമ്മളെ മക്കൾ ഓരോ സ്ഥലത്ത് ഇരിക്കുക. അപ്പോൾ അവർ ഗ്രൗണ്ടിലായിരിക്കണത്, അല്ലെങ്കിൽ ടർഫിലാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഒഴിഞ്ഞ ഒരു ഓവുപാലത്തമ്മ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഏതോ ബസ് സ്റ്റോപ്പിലായിരിക്കുന്നത്. അതവർ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് നമ്മൾ വെറുതെ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്. അവരവിടെ നടത്തുന്ന ഏർപ്പാടെന്ത്, അവിടെ എന്തൊക്കെ നടക്കും. അല്ലെങ്കിലും ഒരു സമയം കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ചിന്തകൾക്ക് പിശാച് വല്ലാതെ സ്വാധീനം ചെലുത്തും. പെട്ടെന്ന് രാത്രി എന്ന് പറയുമ്പോൾ രാത്രിയുടെ ഒക്കെ ഒരു സ്വഭാവം അതാണ്, വിജനതയുടെ സ്വഭാവം അതാണ്, ഒറ്റപ്പെടുന്നതിൻ്റെ സ്വഭാവം അതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രഖ്യാപനമുണ്ട്, നീ നേരത്തെ ഉറങ്ങണം, നീ നേരത്തെ എഴുന്നേൽക്കുകയും ചെയ്യണം എന്നാണ്. അതപ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നമ്മൾ എത്തുന്നത്. ആരാ ഉമ്മ, ആരാ ബാപ്പ? മാന്യമായിട്ട് സംസാരിക്കണം. ഖുർആൻ പറയാണ്, വഖുർ റബ്ബി റഹ്മഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. മാന്യമായിട്ട് സംസാരിക്കണം. കാരുണ്യത്തിൻ്റെ ചിറക് നീ അവർക്ക് താഴ്ത്തിക്കൊടുക്കണം. എന്തൊക്കെ നീ ചെയ്താലും അവർക്ക് പകരം കൊടുക്കാനാകില്ലല്ലോ. അതുകൊണ്ട് അല്ലാഹുവോട് കൈ ഉയർത്തി നീ അവർക്ക് വേണ്ടി തേടണം. റബ്ബി റഹ്മഹുമാ കമാ റബ്ബയാനീ സ്വഗീറാ. പഠിച്ചവനെ, എൻ്റെ കുഞ്ഞുനാളിൽ എന്നോട് കരുണ ചൊരിഞ്ഞ എൻ്റെ മാതാവിനും പിതാവിനും നീ കരുണ ചൊരിഞ്ഞു കൊടുക്കണമേ. എത്ര മനോഹരമായ അധ്യാപനം! വിദ്യ നുകരുന്ന അധ്യാപകന് നേരെ മക്കൾ കൊലവിളി നടത്തുന്ന കാലമാണ്. നിങ്ങളെ പുറത്തിറങ്ങിയാൽ തട്ടിക്കളയുമെന്ന് മക്കൾ പറയാം. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ +2കാരൻ കുത്തിമലർത്തുന്ന കാലമാണ്. എന്തൊക്കെയോ നാട്ടിലിങ്ങനെ നടക്കുക. തടവ് പുള്ളി ജയിലിൽ ചാടി, അല്ലെങ്കിൽ ജയിലിൽ നിന്ന് ഇറങ്ങി, ആ കുടുംബത്തിലെ അടുത്ത 2 ആളുകളെയും അയാൾ കൊല്ലുക. ഇതൊക്കെ നാട്ടിലിങ്ങനെ നിർബോധം തുടരുന്ന അതിഭീകരമായൊരു സാഹചര്യം നിലനിൽക്കുക. അവിടെയാണ് പരിശുദ്ധ ഖുർആന്റെ ഈ ഒരു വാക്ക് വല്ലാത്തതാണ്. ഓതി വെച്ച മുദ്ദസ്സിർ സൂറത്തിലെ വചനങ്ങൾ. ഫമാ ലഹും, അവർക്ക് എന്തു പറ്റി? അനിത്തദിക്കറത്തി മുഅരിദീൻ, ഉത്ബോധനങ്ങളിൽ നിന്നവർ തിരിഞ്ഞു കളയുകയാണ്. മതബോധമല്ലാതെ പോയി.
മതത്തിന്റെ അധ്യാപനങ്ങളോട് താല്പര്യമില്ലാതെ പോയി. അത് 6-ാം നൂറ്റാണ്ടിലെ പ്രാകൃത നിയമം എന്ന് ആരൊക്കെയോ പറഞ്ഞപ്പോ നമ്മളെ മക്കളെ ഉള്ളിലും അത് ചേക്കേറി. ചെറിയ അപകടമല്ലല്ലോ സംഭവിച്ചത്. പ്രത്യക്ഷത്തിൽ ശത്രു, പരോക്ഷമായ ശത്രു. രണ്ട് ശത്രുക്കൾക്കിടയിൽ ഒരു സംസ്കാരം ഞെരിപിരി കൊള്ളുന്ന ദാരുണമായ സ്ഥിതിവിശേഷത്തിൽ നമ്മൾ എത്തുന്നു. അതുകൊണ്ട് ആ ഖുർആന്റെ ഒരു ചോദ്യമുണ്ട്, ഫമാലഹും അനി തദ്കിറത്തി മുഅ്രിദീന കഅന്നഹും ഹുമുറും മുസ്തൻഫിറ. അവർ പേടിച്ചു ഓടുന്ന കഴുതകളെ പോലെ, ഫറത്ത് മിൻ ഖസ്വറ, സിംഹത്തിന്റെ മുന്നിൽ നിന്ന് കഴുതകൾ ഓടുന്ന പോലെ ഖുർആന്റെ അധ്യാപനങ്ങൾക്ക് മുന്നിൽ നിന്ന് അവർ ഓടി ഒളിക്കുന്നു. ബൽ യുരീദു കുല്ലു ഇംറിഇൻ മിൻഹും മൻ യുഅ്താ സുഹഫൻ മുനശ്ശറ. അതോ അവർ ഓരോരുത്തർക്കും ഓരോ ഗ്രന്ഥം ആകാശത്തു നിന്ന് അല്ലാഹ് ഇറക്കിക്കൊടുക്കും എന്നവർ കരുതിയോ? കല്ലാ ബൽ ലാ യഖാഫൂനൽ ആഖിറ. അവർ പരലോകത്തെ ഭയപ്പെട്ടിട്ടില്ല. കല്ലാ ഇന്നഹു തദ്കിറ. അവർക്ക് വന്ന ഈ സന്ദേശം തന്നെ ധാരാളമാണ്. ഈ ഉത്ബോധനം എത്രയോ ഉത്തമമാണ്. ഖുർആനെ പറ്റി പറയാം, ഇതിലെല്ലാം ഉണ്ട്. അതാ മനുഷ്യനെ നന്നാക്കിയത്. മരിക്കാൻ കിടക്കുന്നവൻ മക്കളെ വിളിച്ചു പറഞ്ഞു, ഞാൻ മരിക്കുമ്പോ എന്നെ മുന്തിരിവള്ളിയുടെ ചുവട്ടിൽ പാർപ്പിക്കണം. ഇദാമിത്തു ഫദ്ഫന്നീ അലയ്യാ ബികർമതി തുറവ്വി ഇളാമി ബഅദ മൗതി ഉറൂഖിഹാ ഫലാ തദ്ഫുനന്നി ബിൽഫലാത്തി ഫഇന്നനി അഖാഫു ഇദാ മാ മിത്തു അല്ലാ തദൂബിയാ. മരിക്കാൻ പോവുകയാണ് മക്കളെ, ഞാൻ എന്നെ മുന്തിരിവള്ളിയുടെ ചുവട്ടിൽ നിങ്ങൾ കുഴിച്ചിടണം. എൻ്റെ എല്ലുകളിലേക്ക് മുന്തിരിയുടെ വള്ളിയിൽ നിന്ന് അതിൻ്റെ നീര്, അതിൻ്റെ പശളിമങ്ങനെ ഇറ്റി വരണം എന്ന് പറയാണ്. അത്രക്ക് അഡിക്റ്റായ മനുഷ്യന്മാർ, അവരെയാണ് ഇസ്ലാം മാറ്റിയത്. അൽ ഖംറു ഉമ്മുൽ ഖബായിസ്. മദ്യം എല്ലാ തിന്മകളുടെയും മാതാവാണ്. അതിലൊതുങ്ങാത്തൊരു ഒരു ആശയല്ലല്ലോ. നിസ്കരിക്കുന്നവർ മദ്യപിച്ചിരുന്നൊരു കാലമായിരുന്നല്ലോ. ഇപ്പോഴും മാറ്റൊന്നുമില്ലാതെ തുടരുകയാണെന്ന് തോന്നിപ്പോവുകയാണ്. അന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമൻ ശരിബഹ, ഇനി നിങ്ങൾ മദ്യം കഴിക്കുകയാണെങ്കിൽ ലം തുഖ്ബൽ സ്വലാത്ത 40 യൗമാ, നിങ്ങളെ 40 ദിവസത്തെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല. അതവരെ ഉള്ളിൽ തട്ടിയ വാക്ക. ഓരോ നിസ്കാരവും അല്ലാഹു സ്വീകരിക്കണമെന്ന് കൊതിച്ച് നിസ്കരിക്കുക. ഓരോ നിസ്കാരവും ഇവിടെ പറയുന്നവന്റെ നമസ്കാരമായി അവർ കരുതുന്ന കാലമാണ്. അവിടെയാണ് ഈ മതബോധത്തിൻ്റെ പ്രാധാന്യം. മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം, കുടുംബത്തിന് പറഞ്ഞു കൊടുക്കണം. രണ്ട് ലോകത്തും നമുക്ക് രക്ഷ ഈ ദീനല്ലാതെ മറ്റൊന്നില്ല എന്നുള്ള ബോധ്യമുണ്ടാകണം. ഇരുലോക വിജയത്തിനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് അധ്യാപനങ്ങൾ നമ്മളോട് നടത്തിയത് എന്നുള്ള ബോധ്യമുണ്ടാകണം. അപ്പോഴേ നമുക്ക് രക്ഷപ്പെടാനാകും. നാട് രക്ഷപ്പെടണം, സമൂഹം രക്ഷപ്പെടണം, കുടുംബം രക്ഷപ്പെടണം, നമ്മൾ രക്ഷപ്പെടണം. ഓർമ്മയായിട്ട് നമ്മൾ പോകുമല്ലോ. എന്താ നമുക്ക് ബാക്കി എന്നുള്ളത് എപ്പോൾ ഓർക്കുന്നത് നല്ലതാണ്. എന്തുണ്ട് ബാക്കി എന്നുള്ളത്. ഫൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, നാളേക്ക് വേണ്ടി എന്താണ് നിങ്ങൾ ഒരുക്കി വെച്ചിട്ടുള്ളത്? ഖുർആന്റെ ഒരു ചോദ്യം വല്ലാത്തൊരു ചോദ്യമാണ്. അതവരെ ഇളക്കി. ഉള്ളിക്കാണ് ഇറങ്ങണത്. നാളേക്ക് വേണ്ടി എന്താ ഒരുക്കിയത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രാജ്യം ഭരിക്കുന്ന കാലം, അന്ന് ക്ഷാമമുണ്ടായി. അപ്പോൾ ആളുകൾ ഭക്ഷ്യസാധനങ്ങളൊക്കെ സൂക്ഷിച്ചു. സിദ്ദീഖിന്റെ ഭരണ നേതൃത്വത്തിൽ അത് സൂക്ഷിക്കപ്പെട്ടു. അതൊക്കെ എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങി. അതെല്ലാം തീർന്നു തുടങ്ങി. അപ്പൊ പേടിയായി. ലോകത്ത് എല്ലായിടത്തും വരുന്ന ഭക്ഷ്യധാന്യത്തിന്റെ കുറവ് ഈ മദീനയെയും ബാധിക്കാൻ തുടങ്ങി. എവിടുന്നെങ്കിലും ഏതെങ്കിലും കച്ചവടക്കാർ വരണം എന്ന് കാത്തിരുന്ന മദീനയിലെ കച്ചവടക്കാർ
അങ്ങനെ ഇരിക്കുമ്പോൾ മദീനയിലെ അങ്ങാടിയിലെ ഒരു വലിയ കച്ചവട സംഘം വന്നു. വലിയ ഒരു കച്ചവട സംഘം, ഒരുപാട് സ്വത്ത്, ഒരുപാട് ചരക്കുകൾ, ഒരുപാട് ഭക്ഷ്യധാന്യങ്ങൾ. അതിന്റെ മുന്നിൽ ഒരാളെ കണ്ടു. അവർ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. വിദൂരദിക്കിൽ നിന്ന് തന്റെ കച്ചവട സംഘവുമായി ഉസ്മാൻ മദീനയിലെത്തി. കച്ചവടക്കാർ ഉസ്മാന് ചുറ്റും കൂടി. നിങ്ങളെ സ്വത്ത് ഞങ്ങൾക്ക് വിൽക്കണം, 20% ഞങ്ങൾ ലാഭം തരും. ഉസ്മാൻ പറഞ്ഞു, അതിനേക്കാളും വില എന്നോട്, അതിനേക്കാളും ലാഭം പറഞ്ഞ ആളുണ്ടല്ലോ, പിന്നെ ഞാൻ അങ്ങനെ കൊടുക്കും. അപ്പൊ ഒരാള് പറഞ്ഞു, ഞങ്ങൾ 50% ലാഭം തരാം. അപ്പോൾ ഉസ്മാൻ പറഞ്ഞു, അതിലും അപ്പുറമുണ്ട്, 1 ദിർഹമിന് 10 ദിർഹം ലാഭം എന്നോടൊരാള് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. മദീനയിലെ കച്ചവടക്കാര് പറഞ്ഞു, നിങ്ങൾ അർത്ഥം വെച്ച് സംസാരിക്കുകയാണ്. കാരണം ഞങ്ങളല്ലാതെ വേറൊരു കച്ചവടക്കാർ ഇവിടെ ഇല്ല, ഞങ്ങളെല്ലാം ഇവിടെ ഒന്നിച്ചു വന്നതാ. ഞങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ഇവിടെ ഒരു കച്ചവടം നടത്തിയത് ഞങ്ങൾക്ക് അറിയൂല, നിങ്ങൾ എന്താണ് പറയുന്നത്? അപ്പോഴാണ് അവർക്ക് കാര്യം പിടികിട്ടിയത്. മദീനയുടെ ക്ഷാമം, സത്യത്തിൽ അത് മുതലെടുക്കാമായിരുന്നു ഒരു കച്ചവടക്കാരൻ എന്ന നിലയിൽ, ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. പക്ഷേ ഉള്ളിൽ ഒരു തട്ടി, ഒരു ദിർഹമിന് 10 ദിർഹമിന്റെ ലാഭം, ഒരു വിത്തിന് 10 വിത്തിന്റെ ലാഭം. മസലു സുംബുലത്തിൻ കമസലി ഹബ്ബ അംബതഹ 7 സനാബില മിൻ കുല്ലി സുംബുല. ഉസ്മാൻ പറഞ്ഞു, ഞാനിത് അല്ലാഹുവിന്റെ മാർഗത്തിൽ മദീനയിലെ പാവങ്ങൾക്ക് വിതരണം ചെയ്യുകയാണ്. അതവർ മറന്നിട്ടില്ല. ഉസ്മാൻ മരിച്ചപ്പോഴും അത് അവർക്ക് ഓർമ്മയുണ്ട്. ഉസ്മാൻ മരിച്ചപ്പോഴും അവർക്ക് റോമാ കിണർ ഉസ്മാൻ ദാനം തന്നതിൻ്റെ ഓർമ്മയുണ്ട്. നമ്മളൊക്കെ ഇങ്ങനെ ആലോചിക്കുക, നമ്മൾ മരിച്ചാൽ ആളുകൾ എന്താ നമ്മളെപ്പറ്റി പറയുക, എന്താണ് ഓർക്കുക, ഒരടയാളം എന്താ നമുക്കുള്ളത്? നിങ്ങൾ ദാനം ചെയ്യണം. ഖുർആൻ പറയാം. ഇവിടെ ഒരു മഹലിൻ്റെ അടയാളം പോലെ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ പണി നടക്കുന്നുണ്ടല്ലോ, ഒരുപാട് ആളുകൾ അതിലേക്ക് ഉള്ളഴിഞ്ഞ് സഹായിക്കുന്നു. അള്ളാഹു അവർക്കൊക്കെ ഇഹവും പരവും ഖൈറും ബറക്കത്തും നൽകി ധാരാളം അനുഗ്രഹങ്ങൾ അള്ളാഹു പ്രദാനം ചെയ്തു കൊടുക്കുമാറാകട്ടെ. അതിൽ പങ്കാളിത്തം വഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, അതുപോലെ ഇനി സമയം ഇങ്ങനെ നീട്ടുന്നവർ, അവർക്കൊക്കെ അതിൽ നല്ല പങ്കാളിത്തം വഹിക്കാൻ അള്ളാഹു അവർക്ക് മഹളായ ഫള് പ്രദാനം ചെയ്തു കൊടുക്കുമാറാകട്ടെ. ഖുർആൻ പറയാം, അൻഫിഖൂ, നിങ്ങൾ ദാനം ചെയ്യണം. എന്തെന്നാ ദാനം ചെയ്യേണ്ടത്? മിമ്മാ റസഖനാക്കും, നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന്. ആ വാക്ക് വല്ലാത്ത വാക്കാ, അള്ള തരണം, അല്ലാതെ നമ്മളെടുത്തുണ്ടാവില്ല. ഭൂമിയാകട്ടെ, സ്വത്താകട്ടെ, സ്വർണ്ണാകട്ടെ, സമ്പത്താകട്ടെ, അതൊക്കെ അള്ള തരണം. തന്നാൽ മാത്രം പോരാ, അത് നിലനിൽക്കും വേണം. ചില ആളുകൾ അല്ലേ, സ്വത്ത് ഒരുപാട് കയ്യിൽ വന്നവർ, അവർ പിന്നെ പറയാണ് എന്തൊക്കെ വന്നുപോയി, ഒന്നുമില്ലാത്തവനായി മാറി. ഇത് നിലനിൽക്കാനും അള്ളാന്റെ തീരുമാനം വേണം. അതുകൊണ്ട് നിങ്ങൾക്ക് അള്ള നൽകിയതിൽ നിന്ന് നിങ്ങൾ ദാനം ചെയ്യുക. മിൻ ഖബലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്, നിങ്ങളെ മരണം വരുന്നതിന് മുമ്പേ. മരണം വന്നാൽ ഖുർആൻ പറയാ, യഖൂലു, അവൻ പറയും, മരിക്കുന്ന നേരത്ത് ഓരോരുത്തരും പറയും, റബ്ബി, എൻ്റെ രക്ഷിതാവേ, ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, ഇത്തിരി നേരം കൂടി നീക്കി തരണം. മലക്കുൽ മൗത്തേ, നീ ഒന്ന് മാറിപ്പോകണം, കുറച്ച് നിമിഷം കൂടി എനിക്ക് ഭൂമിയിൽ. എന്തിനാണെന്നോ, കുടുംബത്തിൻ്റെ കൂടെ കുറച്ചു നേരം ഇരിക്കാനല്ല, കുറച്ചുകൂടി ആശ്വാസം കൊള്ളാനല്ലഫ. അങ്ങനെ റബ്ബേ, 1 മിനിറ്റ് നീ എനിക്ക് തന്നാൽ അസ്വദ്ദഖ, ഞാൻ ദാനധർമ്മം ചെയ്യും. അള്ളാന്റെ ഖുർആനിൽ പറയാം, മുനാഫിഖൂൻ സൂറത്തിലെ അവസാന ഭാഗം, ഫഅകും മിനസ് സാലിഹീൻ, ഞാൻ നല്ലവരെ കൂട്ടത്തിൽ പെടും. ഉറപ്പായിട്ടും ഓരോരുത്തരും പറയാണ്. അതുകൊണ്ട് മരിക്കണീന് മുമ്പാ ചെയ്യേണ്ടത് എന്നാണ് അല്ലേ. വേണ്ടപ്പെട്ടവർ മരിച്ചാൽ
നമ്മൾ പറയും അദ്ദേഹത്തിൻ്റെ പേരിൽ നമ്മൾ കൊടുക്കുകയാണ്. അതിന് പ്രതിഫലം ഉണ്ടോ ഇല്ലെന്ന് ചർച്ച പോലും നടക്കുക. ഉംറ ചെയ്യണം എന്ന് അല്ലേ, ബാപ്പ ഉംറ ചെയ്തിട്ടില്ല, അല്ലെ ബാപ്പ ഹജ്ജ് ചെയ്തിട്ടില്ല. അപ്പം മക്കള് സംശയം ചോദിക്കും, അത് ബാപ്പാൻ്റെ ഹജ്ജും ഉംറയും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റും. പക്ഷെ എന്താ അതിൻ്റെ നിബന്ധന പറയുന്നതെന്നറിയോ? ആ ഒരാഗ്രഹം ബാപ്പാക്ക് വേണമെന്ന്. എന്നിട്ട് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് സാധിക്കാതെ പോയാൽ അങ്ങനെ ഒരു ബാപ്പാൻ്റെ മകൻ്റെ ഹജ്ജ്, ആ ഉംറ, അതാ ബാപ്പാക്ക് അള്ള പ്രതിഫലം കൊടുക്കുന്ന. അല്ല ജീവിതത്തിൽ അതിനോട്ട് ഒരു താല്പര്യമല്ല. അങ്ങനത്തെ ഒരു ബാപ്പ മരിച്ച് എന്നിട്ട് മക്കളൊക്കെ പാടെ ബാപ്പാക്കൊരു ഹജ്ജ്, അതൊരു പണി മാത്രമല്ലാതെ വേറെ ബാക്കിയൊക്കെ തീരുമാനിക്കേണ്ടെന്ന് അള്ളാഹുവാണ്. എല്ലാ കാര്യവും അങ്ങനെയാണ്. അതുകൊണ്ട് മരണം എന്ന് പറഞ്ഞ സംഗതിക്ക് മുമ്പാണ് നമ്മൾ ചെയ്യേണ്ടത്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ വേറെ ആളുകളുടേതാണ് അല്ലേ. പെട്ടെന്നല്ലേ വീർപ്പിതൊന്ന് നിന്ന് പോയാൽ ഈ അഹന്തത തീർന്നിടും, പെരിയവൻ തന്നുള്ള റൂഹവൻ തന്നെ കൊണ്ട് പോയിടും. ശരീരത്തിൽ ചൂടുണ്ട്, അതങ്ങ് തീരും. ആ ശരീരം തണുക്കും. അതിൻ്റെ കൂടെ കുടിൽ കെട്ടിപ്പാർത്ത റൂഹ് ഒരു വേള പാറിപ്പറന്ന് കടന്നു പോകും. ഈ ശരീരം വെറും ജഡമായി മാറും. അപ്പൊ പിന്നെ ഓർത്തിട്ട് കാര്യമില്ല എന്നാ ഖുർആൻ പറയുന്നത്. കാരണം മോഹങ്ങൾ മാത്രമാണ്. അവധിയെത്തിയാൽ പിന്നെ ഒരാൾക്കും നല്ല സമയം നീട്ടിക്കൊടുക്കുകയില്ല. മോഹങ്ങൾ ഒരുപാട് ബാക്കിയുള്ള മനുഷ്യൻ ആറടി മണ്ണിലേക്ക് മനുഷ്യൻ കടന്നു പോകും. അതുകൊണ്ട് ഖബറിൽ കിടക്കുമ്പോ ഒരു ജാരിയായ സദഖ ചെയ്തതിന്റെ പേരിൽ അങ്ങോട്ട് ഇറ്റി വീഴുന്ന അനുഗ്രഹത്തിന്റെ പ്രതിഫലത്തിന്റെ തെളിനീർ തുള്ളികൾ ജീവിതത്തിന്റെ കൂടെ വേണമോ വേണ്ടയോ തീരുമാനമെടുക്കേണ്ട സന്ദർഭവും അവസരവും അല്ലാഹു തന്നിട്ടുണ്ട്. അതുകൊണ്ട് സാന്ദർഭികമായിട്ട് അത് സൂചിപ്പിച്ചു എന്ന് മാത്രം. നന്മകൾ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. മനസ്സിൽ തോന്നണം, അതൊരു ഘടകമാണ്. ഒരു നന്മ ചെയ്യാൻ തോന്നണം, തോന്നാൻ പ്രേരിപ്പിക്കണം, മുടക്കരുത്. അതിപ്പോൾ കൊടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് നമ്മൾ പറയരുത്. ഒരു മഹല്ല് സംവിധാനത്തിൻ്റെ ഭാഗമായൊരു തീരുമാനമാണെങ്കിൽ അതിൻ്റെ കൂടെ ഓരം ചേർന്ന് നിൽക്കുക എന്നുള്ളത് വിശ്വാസികളുടെ ഭദ്രമായ ഒരു സമൂഹത്തിൻ്റെ തീരുമാനത്തിൻ്റെ കൂടെ നിൽക്കുക, അതാണ് അതിൻ്റെ ഭംഗി. അതുകൊണ്ട് പ്രോത്സാഹനത്തിൻ്റെ വാക്കുകൾ, പ്രോത്സാഹനത്തിൻ്റെ പ്രവർത്തനങ്ങൾ നന്മകൾക്കുണ്ടാവുക, അടയാളപ്പെടുത്തുന്ന ജീവിതമായിട്ട് നമ്മുടെ മരണം മാറും. അള്ളാഹു നമ്മളെയൊക്കെ നന്മയുടെ കൂട്ടത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീന വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ് ഇബാദല്ലാഹ് സാനിയൻ ബിത്തഖ്വല്ലാഹ്. ബഹുമാന്യ സഹോദരി സഹോദരന്മാരോട് ഒരിക്കൽ കൂടി തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. ആ തഖ്വ നമ്മളെ ഇരുലോക ജീവിതത്തിൻ്റെ സുരക്ഷയുടെ ഭിത്തി തീർക്കും എന്ന് നാം തിരിച്ചറിയും. സൂചിപ്പിച്ച പോലെ ദാനധർമ്മത്തെപ്പറ്റി പറഞ്ഞപ്പോൾ ആ ഒരു വാക്ക് വളരെ പ്രധാനമാണ്. അഹദക്കും, നിങ്ങളിൽ ഒരാളുടെ എന്നാണ്. ഓരോരുത്തർക്കും ചെയ്യേണ്ട സംഗതിയാ ദാനധർമ്മം. അത് വാപ്പ കൊടുത്തിട്ടുണ്ട് എന്ന് വരുമാനമുള്ളൊരു മകൻ പറഞ്ഞാൽ പോരാ. അവന് വരുമാനം ഉണ്ടെങ്കിൽ അവനതിൽ പങ്കുവയ്ക്കണം. എൻ്റെ ഭർത്താവ് കൊടുത്തിട്ടുണ്ടെന്ന് ഭാര്യ പറഞ്ഞാൽ പോരാ. പവൻ കണക്കിന് ആഭരണം ശരീരത്തിലുണ്ടെങ്കിൽ ഒരു പങ്ക് വഹിക്കാൻ കഴിയുക എന്നുള്ളത് പ്രധാനമാണ്. ഇപ്പോൾ ഒന്നുമില്ലെങ്കിലും ഇത് ചെതലിരിക്കും, ഇത് മണ്ണരിക്കും എന്നുള്ള ഒരു ബോധം, അവസാനം വെള്ളപതഞ്ഞ് കൊണ്ടുപോകും എന്നുള്ള ഒരു ബോധ്യം, അത് പ്രധാനമാണ്. ആ ഓർമ്മ എപ്പോഴും നല്ലതാണ്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ജീവിതം എന്ന് പറഞ്ഞാൽ ചില അടയാളപ്പെടുത്തലുകളാകണം. ഇവിടെ പറഞ്ഞാൽ നല്ല ഓർമ്മകൾ ഉണ്ടാകണം. കേരള നദവത്തുൽ മുജാഹിദീൻ സംസ്ഥാന സെക്രട്ടറി എം മുഹമ്മദ് മദനി അവർകൾ, അദ്ദേഹം ഇന്നലെ രാത്രി ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് ഓർത്തെടുക്കാനൊക്കെ നല്ല ഓർമ്മകൾ മാത്രമാണ്.
ഞാൻ ഓർക്കാറുണ്ട്, അദ്ദേഹത്തിൻ്റെ നാട്ടിൽ പ്രസംഗിക്കാൻ പോയപ്പോൾ പ്രസംഗം കഴിഞ്ഞ് ഒരു കൊച്ചു കുട്ടിയെപ്പോലെ അദ്ദേഹം അതിൻ്റെ ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നു എന്ന് മാത്രമല്ല, ചില നിർദ്ദേശങ്ങളും ചില തിരുത്തിത്തരലുകളും ഒക്കെ. വിനയം എന്ന് പറയുന്നത് പാണ്ഡിത്യത്തിൻ്റെ പര്യായമായി സഞ്ചരിക്കണം എന്ന് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ജീവിതം തോന്നിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ആളുകൾ അറിയുന്നത് പോലും പരലോകം മദനി എന്നാണ്. അതൊരടയാളമാണ് ഒരു മനുഷ്യൻ്റെ. പരലോകത്ത് എത്തുന്നതിന് മുമ്പ് ഇഹലോകത്ത് തന്നെ അങ്ങനെ ഒരു പേരാണ് അദ്ദേഹത്തിന് ആളുകൾ കൊടുത്തത്. പരലോകത്തെക്കുറിച്ച് ധാരാളമായിട്ട് പ്രഭാഷണം തൻ്റെ യൗവനകാലം മുതൽ അദ്ദേഹം നടത്തിയത്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബർ ജീവിതം സ്വർഗതുല്യമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ പാപങ്ങളല്ലേ അള്ളാഹു പുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇരുലോക വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്താനുള്ള മറ്റൊരു സംഗതി, താൽക്കാലികമായി ഒരു 6 മാസം എന്ന് പറഞ്ഞ അവിചാരിതമായി ഒരു തീരുമാനമല്ല, പടച്ചോൻ്റെ ഒരു തീരുമാനം പോലെ ഈ മിമ്പറിൽ കുറച്ച് നേരം കയറി നിൽക്കാൻ അവസരമുണ്ടായി. അത് 6-8 മാസമായി തൽക്കാലമായിട്ട് ഒരു ഏർപ്പാട്, ഒരു വിട ചോദിക്കുകയാണ്. അതൊരു നന്മയ്ക്കായിരിക്കണം, വീണ്ടും സമാഗമത്തിനായിരിക്കണം, വീണ്ടും വന്നു ചേരാനായിരിക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ നന്മകൾ ചെയ്യാൻ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്ത് തരുമാറാകട്ടെ. ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ അള്ളാഹു ആരോഗ്യം, ആഫിയത്ത്, ആയുസ്, സമ്പത്ത് ഒക്കെ നമുക്ക് തന്ന് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മനസ്സിൻ്റെ ഹലാലായ ഉദ്ദേശങ്ങൾ അള്ളാഹു തആല നിറവേറ്റി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നല്ല മക്കൾ കൺകുളിർമയുള്ള മക്കളാക്കി തന്ന് അള്ളാഹു അനുഗ്രഹം പ്രദാനം ചെയ്ത് തരുമാറാകട്ടെ. യാതൊരു തരത്തിൽ മക്കളെ കൊണ്ട് കണ്ണീര് കുടിക്കുന്ന ദൗർഭാഗ്യവാന്മാരായ മാതാപിതാക്കളിൽ നിന്ന് അള്ളാഹു തആല നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. കുടുംബജീവിതം സമാധാനവും സുരക്ഷയും തന്ന് അള്ളാഹു തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഖബറിൽ കിടക്കുന്ന പ്രിയപ്പെട്ട ഒരുപാട് ആളുകൾ അവരുടെ ഖബർ ജീവിതം സ്വർഗതുല്യമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളും ഖബറിൽ കിടക്കുമ്പോൾ അവിടത്തേക്ക് നന്മകൾ ചെയ്യാൻ അടയാളപ്പെടുത്തുന്ന ഓർമ്മകളാകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار